നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസണിലും കഴിഞ്ഞ സീസണിലും ഒക്കെ ഗോളടിക്കാൻ അൽ-നസർ ഏറ്റവും അധികം ആശ്രയിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ ഇറങ്ങിയ ഒരു മത്സരത്തിൽ അവർ 9 ഗോളുകൾ അടിച്ചു കയറ്റിയിരിക്കുന്നു. അൽ അഖ്ദൗദിനെ ഏകപക്ഷീയമായ 9 ഗോളിന് അവർ പരാജയപ്പെടുത്തുമ്പോൾ സാദിയോ മാനെ 4 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ 4 ഗോളുകൾ നേടുന്നത്. ജോൺ ഡ്യൂഡൻ ഇരട്ട ഗോളുകൾ നേടുകയുണ്ടായി. ബ്രസോവിച്ചും ഐബൻ യഹിയയും മാഡനും ഓരോ ഗോളുകൾ നേടി. അങ്ങനെ 9-0 വമ്പൻ വിജയമാണ് ലീഗ് പട്ടികയിൽ താഴെ നിൽക്കുന്ന ടീമുകളിൽ ഒന്നായ അൽ അഖ്ദൗദിനെതിരെ അൽ-നസർ നേടിയിരിക്കുന്നത്. മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൂടാതെ കളിച്ച അൽ-നസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജോൺ ഡ്യൂഡനും സാദിയോ മാനയും ഒറ്റാവിയയും ഐമൻ യഹിയയും ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ തുടക്കം മുതൽ അൽ-നസറിന്റെ ഒരു ആധിപത്യമാണ് നമ്മൾ കളിയിൽ കണ്ടത്. 16-ാമത്തെ മിനിറ്റിൽ തന്നെ യഹിയയിലൂടെ അൽ-നസർ ലീഡെടുത്തു. 20-ാമത്തെ മിനിറ്റിൽ ഡ്യൂഡന്റെ ഗോൾ പിറക്കുന്നു. പിന്നാലെ ബ്രസോവിച്ചിന്റെ ഗോൾ 27-ാമത്തെ മിനിറ്റിൽ വരുന്നു. അതോടുകൂടി മത്സരം അരമണിക്കൂർ പിന്നിടുമ്പോഴേക്കും 3-0 അൽ-നസർ ലീഡിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാദിയോ മാനയുടെ പെനാൽറ്റി ഗോൾ പിറക്കുന്നു. രണ്ടാം പകുതിയിലാണ് പിന്നീട് ഗോളടി മേളം തന്നെ നടക്കുന്നത്. രണ്ടാം പകുതിയിൽ 52-ാമത്തെ മിനിറ്റിൽ ജോൺ ഡ്യൂഡന്റെ ഗോൾ പിറക്കുന്നു. സാദിയോ മാനയുടെ രണ്ടാമത്തെ ഗോൾ 59-ാമത്തെ മിനിറ്റിലാണ് വന്നത്. തുടർന്ന് 64-ാമത്തെ മിനിറ്റിലും 74-ാമത്തെ മിനിറ്റിലും ഗോൾ അടിച്ചുകൊണ്ട് അദ്ദേഹം 4 ഗോളുകൾ എതിരാളികളുടെ വലയിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു. കളിയുടെ അവസാന ഘട്ടത്തിൽ മുഹമ്മദ് മറൻ പെനാൽറ്റിയിലൂടെ ഗോൾ അടിച്ചതോടെ ഏകപക്ഷീയമായ 9 ഗോളുകളുടെ തകർപ്പൻ ജയം അൽ-നസർ സ്വന്തമാക്കി. മത്സരം വിജയിച്ചു. ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് അൽ-നസർ. 31 കളികളിൽ നിന്ന് 63 പോയിന്റാണ് അൽ-നസറിനെങ്കിൽ അത്രയും കളികളിൽ നിന്ന് 74 പോയിന്റുമായിട്ട് അൽ ഇത്തിഹാദ് കിരീടത്തിൽ ഒരു കൈ വെച്ച് കഴിഞ്ഞു. 31 കളിയിൽ നിന്ന് 68 പോയിന്റുള്ള അൽ ഹിലാൽ 2-ാം സ്ഥാനത്താണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.